ഏതാ ചെയ്യണേ? ഞാൻ ബ്രത്തിന്റെ ഒരു നാടകമാണ്, മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ. ഓക്കെ. അപ്പൊ അതും ഈ കോസ്റ്റ്യൂമുമായിട്ട് തീർച്ചയായിട്ടും മാറ്റമുണ്ട്. എന്താന്ന് വെച്ചാല് ബ്രത്തിന്റെ നാടകത്തിലെ ആ ക്യാരക്ടറിന് അതേപോലെ ചെയ്യല്ല ചെയ്യുന്നത്. ആ നാടകത്തിലെ അവസാനത്തെ സീനിൽ മദർ കറേജ് എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കുന്ന ആ സംഘർഷം, ആ മാനസികാവസ്ഥ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ക്യാരക്ടറായിട്ട് സംയോജിപ്പിച്ചു. ഇന്നെത്തിനാ പൊടിച്ചേ വിടുന്ന് എനിക്ക് കയ്യില് നടക്കാൻ അല്ല. പിന്നെ അല്ലാ, എല്ലാരും വന്നിക്കണല്ല. ചായയും വെള്ളൊക്കെ കുടിച്ചീനാ? കുഞ്ഞാളെ, എന്നോടല്ലേ ഞാൻ പറഞ്ഞേൽപ്പിച്ചതൊക്കെ? അല്ലാ, എൻ്റെ കുട്ടി കല്യാണം വിളിച്ച് കഴിഞ്ഞ എൻ്റെ കുട്ടി. നിങ്ങളെ പോലീസ് പിന്നെയും വന്നാ? ബീരാനെ, ഇജ്ജല്ലേ പറഞ്ഞ നാട്ടില് ജകള നടക്കാന്ന്. എൻ്റെ കുട്ടീൻ്റെ കല്യാണം നടക്കൂലേ? ഇജ്ജത്തെ ബീരാൻ എങ്ങനെ വേറെച്ചേക്ക് നിക്കണേ? ഒന്ന് മണ്ടിപ്പാഞ്ഞ് മാണ്ട കാര്യം നോക്ക്. ആൺകുട്ടികളില്ലാത്ത പോരല്ലേ ഇത്? ഇജ്ജ് മാണ്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അല്ലാ, ഇങ്ങളത്തെ പെണ്ണുങ്ങളെ എങ്ങനെ മുണ്ടിയും പറഞ്ഞ് നിൽക്കാതെ ഒരുമാതിരി ചത്ത പോരത്തേക്ക് ഒന്നുമില്ലേലും ഇതൊരു കല്യാണപ്പോരല്ലേ? കാല് വേദനിച്ചിട്ട് വയ്യല്ല, നടന്ന് കാല് കടഞ്ഞിട്ട് വയ്യല്ല. എല്ലാ കാര്യത്തിനും ഈ പൊരയില് ഇന്റെ കണ്ണെത്തണം. അല്ലാ, വലിയ കഷ്ടം തന്നെയാണോ? കുഞ്ഞാളെ, ഇജ്ജ ഊടോടിയും പണ്ടൊക്കെ എടുത്തിട്ട് ഈ പെണ്ണുങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്താ? പോലീസ് പിന്നെയും വന്നിക്കണ്. ജകള തന്നെയാണോ ജകള? കുഞ്ഞാളെ മാണ്ട, ഞാൻ തന്നെ കാണിച്ചു കൊടുക്കാം. അതൊക്കെ അല്ലാ എനിക്കൊരു ഇഷ്ടാ. എവിടെയാ വെച്ചതൊക്കെ? ഇത് മുഴുവൻ ഓക്കെയുള്ള കല്യാണ സാധനങ്ങളാ. നമ്മൾ കാണിച്ചു തരാം. എൻ്റെ ഉമ്മ എനിക്ക് നീന്ന പണ്ടം മുഴുവൻ അച്ചേക്ക് ദാ അതുപോലെ ഇതിനകത്തുണ്ട്. പുതിയ വേഷമാണെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിച്ച്. ഉദ്യോഗത്തിലുള്ള പെണ്ണല്ലേ, വിലപിടിപ്പുള്ള സാരി തന്നെ വേണമെന്ന് ഓള്. എന്നിട്ട് ഓള് കിടക്കണ കണ്ട എൻ്റെ ചെങ്ങാഴ്ചകൾ വരുമ്പോൾ ഇജ്ജ് എന്നെ മാറ്റി ഇതൊക്കെ കാണിച്ചു കൊടുക്കാട്ടാ. അല്ലാ, വന്ന് കുപ്പായത്തിൻ്റെ ഒക്കെ വലിപ്പം കണ്ട. നമ്മളെയൊക്കെ കാലത്താണെങ്കിൽ കാച്ചിയും തട്ടും. അതാവുമ്പോ ഔത്തുനിന്നൂടാ, പുറത്തുകൂടാ. പിന്നെ ഉണ്ടായില്ല ഇതേ ഇന്റെ നിർബന്ധത്തിന് ഞാൻ തന്നെ വാങ്ങിയതാ. ഇന്റെയൊക്കെ കല്യാണത്തിന് മൈലാഞ്ചി കല്യാണം എന്ന് വെച്ചാ അല്ലാ, അതൊരു പരിപാടി തന്നെ. ഇനി മൊഞ്ചത്തിയുടെ പാട്ടും കൂട്ടും മൈലാഞ്ചിടലും ഒപ്പനയും അല്ലാ, അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എല്ലാവരും ബ്യൂട്ടീസന്മാരല്ലേ, ബ്യൂട്ടീസന്മാര്. ഐറ്റങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. അരീക്കോട് പട്ടാള ക്യാമ്പിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് കച്ചവടം നടത്തി കഴിഞ്ഞോളാ ഈ കദീസു. ബാപ്പല്ലാത്ത എൻ്റെ കുട്ടികളെ അങ്ങനെ നമ്മൾ പോയിട്ട് മൂത്ത പട്ടാളത്ത് പോയിട്ട് 10-15 കൊല്ലായി, ഒരു വിവരമില്ല. പിന്നുള്ളത് പോളാ ഇപ്പൊ നോക്ക്. ഞാനും എനിക്ക് എന്റെ തൊണ്ട വിരല്. ആരെങ്കിലും കുറച്ച് വെള്ളം തരി തൊണ്ട നനക്കാനായിട്ട്. കുഞ്ഞാളെ, കുറച്ച് വെള്ളം കാട്ടിക്കാച്ച്. തൊണ്ട വിരലണ മാതിരി തോന്നണ്ടി. കുറച്ച് വെള്ളം കണ്ട. എത്തിനാ ബീരാനെ ചോളം ഉണർത്തണേ? പോയിക്ക, ഓള് ഉറങ്ങല്ലേ, സമാധാനായിട്ട് ഉറങ്ങല്ലേ? പോയിക്ക സക്കീര, പോയിക്ക. എത്തിനാ ഓള് ഉണർത്തണേ? എന്റെ കുട്ടി ഉറങ്ങല്ലേ ഓള്? അങ്ങനെ ഒക്കെ നിങ്ങളെ കൊണ്ടാൻ പറ്റ? ഈ നമ്മളെ ഈ സാരി പണ്ടങ്ങളൊന്നും ഇല്ലാണ്ട് ഓളൊക്കെ കൊണ്ടാൻ പറ്റ?
എൻ്റെ കുട്ടീനെ അങ്ങനെ കൊണ്ടാൻ പറ്റുക അങ്ങക്ക് മുത്തേ ഉമ്മച്ചീൻ്റെ വാവ ഉമ്മച്ചീൻ്റെ വീട്ടിൽ പോവാജി വേണ്ട എൻ്റെ കുട്ടീനെ കൊണ്ടാ നമ്മൾ സമ്മതിക്കൂല അല്ലാ മുത്തശ്ശി എത്തിനാജി പോണേ ഉമ്മച്ചീനെ ഇട്ട് പോകരുത് ഇട്ടാ എടുക്ക നിങ്ങൾ കൊണ്ടുപോണേ ഓളെ ചക്കൻ വന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളെത്താ പറയാ എന്തെങ്കിലും ഓൻ്റെ ചെക്കൻ വന്ന് എന്നോട് ചോദിക്കൂലേ എൻ്റെ പെങ്ങളെവിടെയെന്ന് അപ്പൊ നമ്മളെത്താ പറയാ വാവേ കൊണ്ടുപോയില്ല അതിനെ എത്തിനാ ചിന്നല ആ കൂട്ടത്തിലടക്ക് പോയത് ഉമ്മച്ചീൻ്റെ വായ എത്തിനാച്ചി പോയത് ഒത്തുമില്ലേലു ഇതൊരു പെണ്ണാന്ന് ചോർക്കണ്ടില്ല ഇനിയിപ്പ ഈ പറയല് നമ്മക്ക് ആരാള്ളത് മുത്തശ്ശി വായ പോരുത് ഉമ്മച്ചീനെ വിട്ട് പോകരുത് അല്ലാ. എക്സലൻറ്റ്. വളരെ നാച്ചുറലായിട്ട് ശബ്ദവും യുവർ ബോഡി ലാംഗ്വേജ് ആൻഡ് യുവർ കോസ്റ്റ്യൂം എല്ലാം കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയ ഒരു ഉമ്മ. പക്ഷേ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. എനിക്ക് സംഭവങ്ങൾ എന്താ നടന്നതെന്ന് എനിക്ക് മനസ്സിലായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജ് ബൈ സ്റ്റേജ് മനസ്സിലായി. പക്ഷെ അത് പെട്ടെന്ന് തീർന്നുപോയി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ആൻഡ് യു ഹവ് ഡൺ എ വണ്ടർഫുൾ പെർഫോമൻസ്. കീപ് ഇറ്റ് അപ്പ്. ആസ് യൂഷ്വൽ നമ്മൾ ഗിരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നല്ല മോഡുലേഷനൊക്കെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കുറച്ചുകൂടി എലോങ്ങേറ്റ് ചെയ്യേണ്ടിയിരുന്നു. അവിടെയാണ് ശരിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവിടെയായിരുന്നു. ഇത് പോയതിന് ശേഷമുള്ളത് അത് ശരിക്കും കുറച്ചുകൂടി നേരമെടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് തോന്നില്ലായിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് ഗ്രേറ്റ്, ഗംഭീരമായിരുന്നു. താങ്ക് യു. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. You have done 100% justice. That's what I'll say. കാരണം ഗിരിയുടെ ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദ തോട്ട്. ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം പ്രസൻറ്റ് ചെയ്തു. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് അപ്രീസിയേഷൻ തരേണ്ട ഒരു കാര്യമാണ്. പിന്നെ യുവർ ഗെറ്റപ്പ് വളരെ നന്നായിട്ടുണ്ട്. സോ ദിസ് വാസ് എൻ എക്സലൻറ്റ് പെർഫോമൻസ് ഗിരി, ആസ് എക്സ്പെക്റ്റഡ് ഫ്രം യു. അപ്പോൾ കീപ് ഇറ്റ് അപ്പ്.